ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 51 അഘാസുരവധവും വനഭോജനവും. ശ്ലോകം 5. പ്രമാദത പ്രവിശതി പന്നഗോദരം ക്വഥത്തനൗ പശുപകുലേ സവത്സകേ വിദന്നിദം ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണമാശു രക്ഷിതും. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അത് വാക്കുകൾ പിരിച്ചിട്ട് അതിലെ അർത്ഥവും നോക്കാം. പ്രമാദത പ്രവിശതി പന്നഗോദരം ക്വഥത് തനൗ പശുപകുലേ സവാത്സകേ വിദൻ ഇദം ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണം ആശു രക്ഷിതും. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രമാദത പ്രമാദത്താൽ, പ്രവിശതി പ്രവേശിച്ചു, പന്നഗോദരം പാമ്പിൻ്റെ വയറ്റിൽ, ക്വഥത്തനൗ ചൂടുപിടിച്ച ദേഹത്തോടു കൂടിയതായി ഭാവിച്ചപ്പോൾ, പശുപകുലേ ഗോപന്മാരുടെ കൂട്ടം, സവത്സകേ പശുക്കുട്ടികളോടു കൂടിയ, വിദൻ അറിയുന്നു, ഇദം ഈ കാര്യം, ത്വമപി അങ്ങും, വിവേശിത ഉള്ളിൽ പ്രവേശിച്ചു, പ്രഭോ അല്ലയോ നാഥ, സുഹൃജ്ജനം സുഹൃത്തുക്കളെ, വിശരണം വേറെ ആശ്രയമില്ലാത്ത, ആശു ഉടനെ, രക്ഷിതും രക്ഷിക്കാനായി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പ്രമാദത അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. പ്രവിശതി പന്നഗോദരം, പന്നക ഉദരം അത് ചേർത്തതാണ്, പന്നഗോദരം. ക്വഥത്തനൗ ക്വഥ ക്വ നവള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഥ കഥ നോക്കുള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ക്വഥത്തനൗ പശുപകുലേ സവത്സകേ, സ എന്നുള്ളത് ത സ എന്ന് ചേർന്നതാണ്. വിദന്നിദം വിദന്നിദം നി മെല്ലെ നൂന്നി പറയണം. ത്വമപി വിവേശിത ഇവിടെ അതേപോലെ ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പ്രഭോ എന്നുള്ളതിൻ്റെ ഭാന്നും ഊന്നി പറയാനുള്ളതാണ്. സുഹൃദ് ജനം ചേർത്ത് എഴുതുമ്പോൾ 2 ജ്യാന്ന് വേണം. സുഹൃജ്ജനം. വിശരണമാശു രക്ഷിതും, ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. പ്രമാദത പ്രവിശതി പന്നഗോദരം ക്വഥത്തനൗ പശുപകുലേ സവത്സകേ വിദന്നിദം ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണമാശു രക്ഷിതും. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഗളോദരേ വിപുലിതവർഷ്മണാ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദളിതകണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനിർയയൗ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ഗളോദരേ വിപുലിത വർഷ്മണ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധ മാരുതേ ദ്രുതം ഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനിർയയൗ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഗളോദരൈ കഴുത്തിനുള്ളിൽ, വിപുലിത വർഷ്മണ വലുതാക്കിയ ശരീരത്തോടു കൂടിയ, ത്വയ അങ്ങയാൽ, മഹോരഗേ ആ പെരുമ്പാമ്പ്, ലുഠതി ഉരുണ്ടു തുടങ്ങിയപ്പോൾ, നിരുദ്ധമാരുതേ തടയപ്പെട്ട പ്രാണവായുവിനോടു കൂടിയവനായി, ദ്രുതം വേഗം, ഭവാൻ അങ്ങ്, വിദളിത കണ്ഠമണ്ഡലം പിളർക്കപ്പെട്ട കണ്ഠത്തോടു കൂടി, വിമോചയൻ മോചിപ്പിച്ചു, പശൂൻ ഗോപന്മാരെയും ഗോക്കളെയും, വിനിർയയൗ പുറത്തു വന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗളോദരേ വിപുലിത വർഷ്മണ ഷ മ
ഷ എന്നുള്ളതിൻ്റെ അടിയിൽ ശ്മ എന്നാണ് അപ്പോൾ അത് വായിക്കേണ്ടത്. വർഷ്മണ ത്വയ ത്വ എന്നുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ, ത്വ എന്നാവാനുള്ളത്. മഹോരഗേ ഗ എന്നാണ്. ലുഠതി ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിരുദ്ധ ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. മാരുതേ ദ്രുതം ഭവാൻ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. വിദളിത ല എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഉള്ള എന്നാണ്. വിദളിത നമ്മൾ അത് ഉച്ചരിക്കേണ്ടത് വിദളിത. കണ്ഠ ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മണ്ഡലോ മണ്ട് നാട് എന്നാണ്, ഒട്ടും ഊന്നരുത്. വിമോചയൻ ച എന്നാണ്, ജ നയിപ്പ് വരുത്. പശുപ പശൂൻ. വിനിര്യയൗ എന്നുള്ളത് നമ്മൾ വിനീർ യയൗ അങ്ങനെയാണത്, വിനീർ യയൗ അങ്ങനെ നിർത്താം. ഗളോദരേ വിപുലിത വർഷ്മണാ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധ മാരുതേ ദ്രുതം ഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുപ പശൂൻ വിനിര്യയൗ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.